ചെയ്ത പാപത്തിന്റെ ഫലമായി അതിക്രൂരമായി കൊല്ലപ്പെടുകയും ആ ശരീരം നായ്ക്കൾക്ക് ഭക്ഷണമായി തീരുകയും ചെയ്ത ഒരു രാജ്ഞിയെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഒരുപാട് സ്വത്തുക്കൾ ഉണ്ടായിട്ടും ഒരു സാധാരണക്കാരന്റെ ഏക വരുമാനമായ ഭൂമി പിടിച്ചെടുക്കാൻ സ്വന്തം ഭർത്താവായ രാജാവിന് ബുദ്ധി പറഞ്ഞു കൊടുക്കുകയും നീതിമാനായ നബോത്ത് എന്ന കൃഷിക്കാരനെ ദൈവനിന്ദയും രാജനിന്ദയും ചുമത്തി വ്യാജകുറ്റം ആരോപിച്ച് കൊന്ന് ഭൂമി തട്ടിയെടുക്കുകയും ചെയ്ത ഇസ്രായേലിലെ സമരിയ രാജാവായിരുന്ന അഹാബിന്റെ ഭാര്യയായിരുന്ന ജസബലിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 21-ാം അധ്യായത്തിലാണ് നബോത്തിനെ കുറിച്ചും അവന്റെ മുന്തിരിത്തോട്ടത്തെക്കുറിച്ചും അത് സ്വന്തമാക്കുവാൻ രാജാവും രാജ്ഞിയും കൂടി ചെയ്ത ചതിയെക്കുറിച്ചും വിവരിക്കുന്നത്. മഹാരാജാവിന്റെ കൊട്ടാരത്തിനടുത്ത് നബോത്ത് എന്ന കൃഷിക്കാരനുണ്ടായിരുന്ന ഒരു മുന്തിരിത്തോട്ടം രാജാവ് സ്വന്തമാക്കാൻ ആഗ്രഹിച്ചു. എന്നാൽ ആ കൃഷിക്കാരൻ തന്റെ പൂർവിക സ്വത്ത് വിട്ടുകൊടുക്കുവാൻ തയ്യാറായില്ല. രാജാവിന്റെ ഭാര്യയായ ജസബൽ രാജ്ഞി അവനെതിരെ ദൈവനിന്ദയും രാജനിന്ദയും ആരോപിച്ച് ചതിയിലൂടെ അവനെ കൊന്ന് അത് സ്വന്തമാക്കി രാജാവിന് കൊടുക്കുന്നതാണ് കഥ. എന്നാൽ ഇതറിഞ്ഞ ഏലിയ പ്രവാചകൻ രാജാവിനെയും രാജ്ഞിയെയും ശപിക്കുന്നു. തിന്മ ചെയ്ത രണ്ടുപേർക്കും വലിയ ദുരന്തമുണ്ടാവുകയും ചെയ്യുമെന്ന് പ്രവചിക്കുകയും ചെയ്യുന്നു. അഹാബ് രാജാവ് പിന്നീട് തന്റെ പ്രവൃത്തിയെ പ്രതി പശ്ചാത്തപിക്കുന്നുണ്ടെങ്കിലും അവന്റെ ഭാര്യയായ ജസബൽ അത് ഗൗനിക്കുന്നില്ല. പ്രവാചകന്റെ ശാപമനുസരിച്ച് അവളെ നായ്ക്കൾ ഭക്ഷിക്കുമെന്ന് പറഞ്ഞതുപോലെ തന്നെ സംഭവിച്ചു. സ്വന്തം ഭർത്താവിന്റെ അധികാരം നഷ്ടമായപ്പോൾ അവളെ കൂടെയുള്ള ആളുകൾ തന്നെ കൊട്ടാരത്തിന്റെ മുകളിൽ നിന്ന് താഴേക്ക് വലിച്ചെറിയുകയും ആ ശവം സംസ്കരിക്കാൻ സേവകർ വരുമ്പോൾ അവളുടെ ശരീരം നായ്ക്കൾ ഭക്ഷിച്ചതുമായി കാണപ്പെട്ടു എന്ന് രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 9-ാം അധ്യായം 30 മുതൽ 37 വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നു. തനിക്ക് അർഹമല്ലാത്തത് എന്തും ഏതു മാർഗവും ഉപയോഗിച്ച് സ്വന്തമാക്കാമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ തിരഞ്ഞെടുക്കുന്ന വഴികൾ ഭയാനകവും ദൈവത്തിനെതിരായിട്ടുള്ളതും ആയിരിക്കാം. തിന്മയുടെ വഴിയിലൂടെ ഭൂമിയും സ്വത്തും ധനവും സമ്പാദിക്കുന്ന ആളുകൾ എല്ലാം നേടിയെന്ന് കരുതുമ്പോഴും അവരുടെ അന്ത്യം ദാരുണമായിരിക്കുമെന്നും സമാധാനപൂർണമായ ഒരു മരണം അവർക്ക് ലഭിക്കില്ല എന്നും ജസബൽ രാജ്ഞി എന്ന ഈ ബൈബിൾ കഥാപാത്രം നമ്മെ പഠിപ്പിക്കുന്നു.